അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോം മെയ്ഡ് ഗീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കേക്കാണല്ലോ ഈ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ഈ ഗീ കേക്ക്. അത് നമുക്ക് എളുപ്പത്തിൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങണ്ട. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാണ്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പം നല്ല രുചിയും നല്ല സോഫ്റ്റും ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന സെയിം ടേസ്റ്റുള്ള ഒരു ഗീ കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം ഞാൻ പറഞ്ഞുതരാം. അളവ് കറക്റ്റായിരിക്കണം. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 5 മുട്ടയ്ക്ക് 125 ഗ്രാം പൊടിച്ച പഞ്ചസാര, 125 ഗ്രാം മൈദ, 125 ഗ്രാം ഗീ, 7 ഗ്രാം കേക്ക് ജെല്ല്. ബൗളെടുത്തിട്ട് ആ ബൗളിൻ്റെ അകത്ത് നമ്മൾ 5 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മുടെ ഈ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ നമ്മളിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 3 ബാച്ചായിട്ട് പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഒരുപാട് നമ്മൾ കേക്കിന് ബീറ്റ് ചെയ്യലില്ല, അതേപോലെ പഞ്ചസാരയും ഇത് ബീറ്റ് ചെയ്യേണ്ട. ഒരു 2-3 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ എന്താക്കാൻ ഈ 7 ഗ്രാം ജെല്ലുണ്ടല്ലോ, കേക്ക് ജെല്ല്, അതും മൈദയും ചേർത്തിട്ട് നല്ല പ്ലഫി ആയിട്ട് നമ്മളിതിനെ ബീറ്റ് ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ സാധാരണ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ മൈദ ബീറ്റ് ചെയ്യലുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതിനങ്ങനെയല്ല, ഇതിന് മൈദയും ഈ ജെല്ലും ഇട്ടിട്ട് നന്നായിട്ട്, അതായത് കേക്ക് ജെല്ലും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ ബീറ്റ് ചെയ്തിട്ട് ഈ പാത്രത്തിൻ്റെ മുക്കാലോളം ഇത് പൊങ്ങി വരണം. ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴാണ് നമ്മൾ എന്താക്കാൻ എഗ് ബീറ്റർ ഓഫാക്കാൻ പാടുള്ളൂ. അപ്പം നന്നായിട്ട് പൊക്കി അതിൻ്റെ ഒരു ലൈറ്റ് ക്രീം കളറിൻ്റെ സ്ട്രക്ചർ വരുമ്പോൾ എന്താക്കണം, നമ്മൾ മിക്സി ഓഫാക്കിയിട്ട് അതിൻ്റെ ശേഷമാണ് നമ്മൾ ഗീ ചേർക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഇതിൻ്റെ അകത്ത് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നുമില്ല, വെറും കേക്ക് ജെല്ല് മാത്രമാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചതിൻ്റെ കളർ ഒരു ക്രീം കളറായിട്ട് വരുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്താക്കിയാൽ ഈ അടിച്ച് വെച്ചിരിക്കുന്ന ഈ മുട്ടൻ്റെ മിക്സിങ്ങിൽ എടുത്ത് വെച്ചിരിക്കുന്ന ഗീ ചേർക്കണം. അത് നമ്മുടെ ഹാൻഡ് മിക്സറിനെ കൊണ്ട് അടിക്കാൻ പാടില്ല, നമ്മൾ സ്പാറ്റിലിനെ കൊണ്ട് മെല്ലെ ഒന്ന് മിക്സാക്കേ ചെയ്യാവുള്ളൂ. പക്ഷെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം, നല്ല അടിച്ച് മിക്സാക്കാൻ പാടില്ല. അങ്ങനെ മിക്സാക്കുന്ന സമയത്തേക്ക് നമ്മൾ എന്താക്കണം, ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അത് നിർബന്ധമാണ്. 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ ഓവൺ വെക്കുക. പിന്നെ നമ്മളൊരു ട്രേയിൽ ബേക്കിംഗ് പേപ്പർ വിരിച്ചിട്ട് അതും സെറ്റാക്കി വെക്കുക. ബേക്കിംഗ് പേപ്പർ ഇല്ലാത്തവർ എല്ലാ സൈഡിലും നല്ലോണം സ്മെല്ലൊന്നും ഇല്ലാത്ത സാധാരണ ഓയിൽ പുരട്ടി കുറച്ച് മൈദയും തട്ടിയിട്ട് വെച്ചാൽ മതി. ഇപ്പം ഞാനിവിടെ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് നമ്മളിത് താഴ്ന്നു പോവാതെ രീതിയിൽ നമ്മളിതിനെ ഗീ നല്ലോണം മിക്സാക്കി. ഇനി നമ്മളിതിൻ്റെ കളറ് കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്രീം കളറായിരിക്കും. അപ്പം നമ്മുടെ കേക്കൊക്കെ ഇങ്ങനെ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയായി. ഞാൻ ട്രേയിലൊക്കെ ഒഴിച്ച് നമ്മുടെ ഇവിടെ ഓവന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് ഇതിൻ്റെ ഹെയർ ബബിൾസൊക്കെ പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചടിച്ചിട്ട് എങ്ങനെ നമ്മൾ ട്രേ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ ബബിൾസൊക്കെ അങ്ങ് പോവും. എന്നിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവൻ്റെ അകത്ത് 180-ൽ ഒരു 20 മിനിറ്റ് ഇതിനെ ബേക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ എൻ്റെ ഓവനിൽ 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ കറക്റ്റ്. ഞാൻ 25 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ എടുത്തപ്പം നല്ല കറക്റ്റായിട്ടുള്ള നല്ല അടിപൊളി നമ്മുടെ ബേക്കറി സ്റ്റൈലിലുള്ള ഗീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ് ഉണ്ടാക്കാൻ, നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം. ഒരു ചെറിയൊരു പീസിന് തന്നെ ഉണ്ട് 200-250 രൂപയൊക്കെ ഉണ്ട്. ഗീ കേക്കിന് നല്ല റേറ്റ് ഉണ്ട്. ഇനി നമ്മൾ ബേക്കറിയിലൊന്നും പോയിട്ട് ഈ ഗീ കേക്ക് കഴിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഈ കേക്ക് ജെല്ല് എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മുടെ ഈ ബേക്കറി നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അങ്ങനത്തെയൊക്കെ വിൽക്കുന്ന ഷോപ്പുകളുണ്ടല്ലോ, അവിടെ പോയി കഴിഞ്ഞാൽ കേക്ക് ജെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് തരും. അപ്പോൾ അത് ഒരു 7 ഗ്രാം എടുത്തിട്ട് 5 മുട്ടയൊക്കെ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കഴിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ഗീ കേക്ക് എന്ന് പറഞ്ഞത്. അതും നമ്മൾ വിചാരിക്കും നമ്മളെ ബേക്കറിക്കാർക്ക് മാത്രമേ ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഒരിക്കലുമല്ല. നമ്മുടെ വീട്ടിൽ നമ്മളെ കിച്ചണിൽ
നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഗീ കേക്ക്. എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറ. ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.